അപ്പം ഞാനുള്ളത് കടവന്ത്രയിലാണ്. മമ്മൂട്ടിയുടെ വീട് കാണാൻ പോവാണ് കേട്ടോ. മമ്മൂട്ടിയോടുള്ള ആരാധന മൂത്തിട്ട് വീട് കാണാനായിട്ട് പോവുകയാണ്. അപ്പം ഫോളോ മീ, നിങ്ങളെ കാണിച്ചു തരാം. ഈ വഴിയാണ് കേട്ടോ മമ്മൂട്ടിയുടെ വീട്ടിലേക്ക് പോണത്. VIP ഏരിയ ആണ്. എടുക്കുന്ന പച്ച ഓട്ടോറിക്ഷയുടെ ഇപ്പുറത്തെ വഴിയാണെന്ന് പറഞ്ഞത്. നമുക്ക് ആരോടെങ്കിലും ചോദിക്കണമെങ്കിൽ ചോദിക്കാം. ചേട്ടാ, മമ്മൂട്ടിയുടെ വീട്ടിൽ പോണ ഈ വഴിയാണോ? ഇനി നേരെ പോയിട്ട് അപ്പം നേരെ പോയിട്ട് രണ്ടാമത്തെ ലെഫ്റ്റ്, നേരെ പോയിട്ട് രണ്ടാമത്തെ ലെഫ്റ്റ്. വളവിൽ തിരുവെന്ന് പറയുന്ന പോലെ ആയിപ്പോയി. കടവന്ത്രയിലാണ്. അപ്പം കാണാം മമ്മൂട്ടിയുടെ വീട്. ഈ മമ്മൂട്ടിയുടെ വീട് ഇനിയും പോണം. വലിയ ഗേറ്റുള്ളത് ഈ വഴിയല്ലേ? കണ്ട, ഈ വഴിയാണ് പോകേണ്ടത് കേട്ടോ. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഒരു കടയുണ്ട്. കണ്ട, അപ്പം വലിയ ഗേറ്റാണ് പറഞ്ഞത് കേട്ടാ. അടിപൊളി സ്ഥലം കേട്ടാ, കാണിച്ചു തരാം. കണ്ട, ഇതല്ല അറ്റത്താണ്, കാണാൻ പറ്റുന്നില്ലല്ലേ. ഇപ്പം വൈകിട്ട് സമയം 4:45, 5 മണിയായിട്ടുണ്ട്. ചെറുതായിട്ടിപ്പം എന്താ ജനുവരി ആയാലും 4 മണി കഴിയുമ്പോഴത്തേക്കും 3:30 കഴിയുമ്പോഴത്തേക്കും മഞ്ഞിൻ്റെ പ്രശ്നമുണ്ട്. ഇപ്പോൾ ഒരു മൂടിക്കെട്ടിയ അവസ്ഥയാണ്. കണ്ട, മമ്മൂട്ടിയുടെ വീട് ചോദിക്കുമ്പോൾ ഓരോരുത്തർ ചിരിക്കുക. ഒന്നും കാണാൻ പറ്റൂല സുഹൃത്തുക്കളെ. ഇതാ കാണുന്ന ഗേറ്റുണ്ടാ, അതാണ് മമ്മൂട്ടിയുടെ വീടെന്ന് പറയുന്നത്. ഒന്നും കാണാൻ പറ്റില്ല. ലാലേട്ടൻ്റെ വീടും അങ്ങനെ തന്നെയാണെന്നാണ് പറയണത്. നമ്മൾ പോയിട്ടില്ല, പക്ഷെ നമുക്കൊരു ദിവസം പോകണം. പക്ഷെ ഇത്ര ഈസി അല്ല അങ്ങോട്ട് പോകാൻ എന്നാണ് അറിഞ്ഞത്. കുറച്ച് ഉള്ളിലോട്ടൊക്കെ പോയിട്ടെന്നാണ് അറിഞ്ഞത്. എന്തായാലും ഒരു ദിവസം ലാലേട്ടൻ്റെ വീടും കൂടി കാണാൻ പോകണം. അതേ മമ്മൂട്ടിയുടെ വീടെന്ന് പറയുന്നത് ആ കാണുന്നതാട്ടാ. കണ്ട, ഒന്നും കാണാൻ പറ്റില്ല. ഇവിടെ തൊട്ടപ്പുറത്ത് 2 വീടുണ്ട്. ഇതും ഇതാ ഇത് 6 വീടാട്ടാ. കാണിച്ചിരാം. കണ്ട, ഇതാണ് മമ്മൂട്ടിയുടെ വീടെന്ന് പറയുന്നത്. എന്തായാലും ഞാനൊരു 5 കാലൊക്കെ ആയിട്ട് പോവുള്ളൂ. ആരെങ്കിലും പുറത്തേക്ക് വരികയാണെങ്കിൽ കാണാമല്ലോ. കണ്ട, തൊട്ടപ്പുറത്ത് വീടുണ്ട്, തൊട്ടിപ്പുറത്ത് വീടുണ്ട്, പിന്നെ അപ്പുറത്ത് ഫ്ലാറ്റ് ഉണ്ട്. അടിപൊളി സ്ഥലമാണ് കേട്ടോ. അപ്പോൾ ഇത് ഇത്തിരി ഇങ്ങനെ ഉള്ളിലോട്ടായാലും നമുക്ക് ടൗണിലാണെന്നുള്ള ഫീലേ ഇല്ല. കണ്ട, ഇതാണ് മമ്മൂട്ടിയുടെ വീടെന്ന് പറയുന്നത്. ഒന്നും കാണാൻ പറ്റില്ല. കണ്ട, 2 പേര് വന്നിട്ട് മടങ്ങി പോണണ്ട. എനിക്ക് കണ്ടിട്ടും മതിയാവണില്ല. കളങ്കാവല് കണ്ടപ്പം ഭയങ്കര ഒരു ഇതായിരുന്നു മമ്മൂട്ടിയുടെ വീട് കാണണമെന്ന്. പക്ഷെ വീട് കാണാൻ പറ്റില്ല. എന്താ വലിയൊരു 6 ഗേറ്റാണ്. അടിപൊളി ഗേറ്റാണ് കേട്ടോ.
കണ്ട വീടിൻ്റെ എത്ര നിലയാണെന്ന് കൂടി മനസ്സിലാവണില്ല. വലിയൊരു അടാറ് വീടാണ്, കണ്ടില്ല. മമ്മൂട്ടിയോടുള്ള ആരാധന മൂത്ത് മമ്മൂട്ടിയുടെ വീട് കാണാൻ വന്നിരിക്കാം ഗൈസ്. കണ്ടല്ലേ, വീഡിയോ എടുത്തെടുത്ത് മതിയാവണില്ല, അതാണ് അവസ്ഥ. പോവാൻ തോന്നണില്ല ഇവിടെ. ഈ ഗേറ്റിൻ്റെ അവിടെ എം എന്നുണ്ട, എം മമ്മൂട്ടി. പിന്നെ ദേ അവിടെ ഒരു നമ്പറുണ്ട്, കാണിച്ചു. ഇതുണ്ട 369 മമ്മൂക്കയുടെ നമ്പറാണ്. അടിപൊളി നമ്പർ കണ്ടില്ലേ, 369A. അപ്പം ഇതാണ് മമ്മൂട്ടിയുടെ വീട്. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ മമ്മൂക്കയുടെ സ്വന്തം വീടെന്ന് പറയുന്നത്. ഇവിടെ വന്ന് കാണണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. ഇവിടെ ഒരുപാട് പേരൊക്കെ കാണാൻ വരുന്നുണ്ട് കേട്ടോ, വീട് കാണാൻ വരുന്നുണ്ട്. അവർ ഈ ഗേറ്റിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോവാറുണ്ട്. പിന്നെന്താ, 2 ക്യാമറ ഉണ്ട് കേട്ടോ അവിടെ. അടിപൊളി വീടാണ്, പക്ഷെ ഒന്നും കാണാൻ പറ്റൂല എന്നുള്ളത്. എന്തായാലും മമ്മൂക്കയുടെ വീട് കണ്ടതിൽ വളരെ സന്തോഷം. ഇവിടെ ഒരു കൊറിയർ ചേട്ടൻ വന്നിട്ടുണ്ട് കണ്ടോ. അപ്പോൾ ചെറിയൊരു വ്ളോഗാണ്, ഒരു കുട്ടി വ്ളോഗാണ്. മമ്മൂട്ടിയുടെ വീട് കാണാനുള്ള ആഗ്രഹം മൂത്തിട്ട് വന്നതാണ്. അടിപൊളിയല്ലേ. ഇനി നമുക്ക് ലാലേട്ടൻ്റെ വീട്ടിലും കൂടി പോകണം. ഇതും കടവന്ത്ര കഴിഞ്ഞിട്ട് എളംകുളം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് കേട്ടോ. ലാലേട്ടൻ്റെ വീടും എളംകുളം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. പക്ഷേ ഈ എളംകുളം അല്ല, ആ എളംകുളം. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ കുട്ടി ബ്ലോഗ്. മമ്മൂട്ടിയുടെ വീട് കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടമായല്ലോ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ മമ്മൂട്ടി ഫാൻസൊക്കെ വന്നിട്ട് ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഈ വീഡിയോ കാണുമ്പോൾ എന്നെ ചിലർ കളിയാക്കും. എല്ലാ വീടിൻ്റെയും ഫ്രണ്ടിൽ ചെന്നുകൊണ്ട്, അല്ല ഗേറ്റിൽ ചെന്നുകൊണ്ട് ഇതാണ് വീട്, ഇതാണ് വീടെന്നും പറഞ്ഞുകൊണ്ട് ബാക്കിലോട്ട് വിരൽ ചൂണ്ടി കാണിക്കുന്നു പറഞ്ഞിട്ട് ചില അവളുമാർ എന്നെ കളിയാക്കാറുണ്ട്. എന്നാലും കുഴപ്പമില്ല, വീട് കാണണം എന്നുള്ള ആഗ്രഹം മൂത്തിട്ട് വന്നതാണ്. അപ്പം ഇതാ കണ്ടോ, ഇതാണ് നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം മമ്മൂക്കയുടെ വീട്. ഇവരൊക്കെ ദേ മമ്മൂക്കയുടെ അയലക്കാർ കേട്ടോ. അവിടെ അറ്റത്ത് കുറച്ച് വീടൊക്കെ ഉണ്ട്. വഴി മൊത്തം നല്ല VIP ഏരിയയാണ്. മമ്മൂക്കയുടെ സ്വന്തം അയൽവക്കക്കാർ കണ്ടല്ലോ. ചിരിയൊന്നിട്ട് കൊച്ചി കണ്ടവൻ അച്ഛ വേണ്ടെന്നൊരു ചൊല്ലുണ്ട്. ഞാനിപ്പോൾ ആ കൊച്ചിയിലാണ് നിങ്ങളത് പറയണ്ട, ഞാൻ തൃശ്ശൂർക്കാരിയൊന്നുമില്ല, ഞാൻ കൊച്ചിക്കാരി തന്നെയാണ്. അപ്പം നമ്മുടെ മമ്മൂക്കയോടുള്ള അക്കമഴിഞ്ഞ സ്നേഹവായ്പ കൊണ്ടാണ് ഇവിടം വരെ വന്നത്. അപ്പം നമ്മുടെ മലയാളത്തിൻ്റെ സ്വന്തം മെഗാസ്റ്റാർ മമ്മൂക്കയ്ക്ക് ദീർഘായുസ്സും ആരോഗ്യവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്